അതുപോലെ തന്നെ മക്കളെ, നമ്മൾ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതിൻ്റെ പേഴ്സൻറ്റേജ് തന്നാൽ അതിനെ ഗ്രാമക്കാക്കി അതിനെ ഡിവൈഡ് ചെയ്ത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാണ്ട് വളരെ ചെറിയ രൂപത്തിൽ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാണ്ട് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അത് വെച്ച് തരുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ സ്റ്റുഡൻസ് അയ്യോ ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അന്തം വിടലുണ്ടാവുക. കാരണം മറ്റേ ടോപ്പിക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടണമെങ്കിൽ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് നോക്കാം. ഫൈൻഡ് ദ മോളിക്കുലർ ഫോർമുല. അപ്പോൾ വീണ്ടും ചോദിച്ചത് മോളിക്കുലർ ഫോർമുല കാണാനാണ്. മോളിക്കുലർ ഫോർമുല കാണാനാണ് ചോദിച്ചത്. ഓക്കെ, ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് തന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല കാണാൻ വേണ്ടി നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട്. എത്ര? 78 ഗ്രാം പെർ മോൾ. എംപിരിക്കൽ ഫോർമുലയും തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, EF തന്നിട്ടുണ്ട്, CH. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH ആണെന്നും തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, മോളിക്കുലർ മാസും തന്നിട്ടുണ്ട്. മോളിക്കുലർ ഫോർമുല എന്താ? പെട്ടെന്ന് ഒറ്റയടിക്ക് അയ്യോ ഇത് ഞാൻ പഠിച്ച പോലെ ഒന്നും അല്ലല്ലോ, ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, പേഴ്സൻറ്റേജ് ഒക്കെ തരും എന്നാൽ ഞാൻ കാണാം എന്ന് പറയുന്നവരുണ്ടാവും. ഇതിലേറെ ഈസിയാണ്. കാരണം നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് അറിയാലോ. മോളിക്കുലർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും കിട്ടണമെങ്കിൽ ഏതോ ഒരു നമ്പർ കൊണ്ട് എംപിരിക്കൽ ഫോർമുലയെ ഇൻറ്റു ചെയ്താൽ മതി. സോ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ CH ആണ്. അപ്പോൾ CHനെ നമ്പർ ഇൻറ്റു ചെയ്യേണ്ട നമ്പർ കിട്ടിയാൽ മതി. CH എന്ന് പറയുന്ന എംപിരിക്കൽ ഫോർമുലയെ ഇൻറ്റു ചെയ്യേണ്ട നമ്പർ കിട്ടിയാൽ നിങ്ങളുടെ മോളിക്കുലർ ഫോർമുല റെഡി. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള അടുത്ത ചോദ്യം. അതും നമ്മൾ ഈ ടോപ്പിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്. ആ കിട്ടാനുള്ള ഈസി മെത്തേഡ് എന്താ? നിങ്ങളുടെ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ മതി. നിങ്ങളുടെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്, നിങ്ങളുടെ മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 78 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അത് തന്നിട്ടില്ലല്ലോ സാറേ ക്വസ്റ്റ്യനിൽ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് എംപിരിക്കൽ ഫോർമുല അറിയാമെങ്കിൽ അതിൻ്റെ മാസ് അറിയൂലേ? എംപിരിക്കൽ ഫോർമുല അറിയാമെങ്കിൽ അതിൻ്റെ മാസ്, സീൻ്റെ മാസ് 12, എച്ചിൻ്റെ മാസ് 1, 13. സോ 78/13 നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. സോ ഏത് നമ്പർ കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? എന്നിൻ്റെ വാല്യൂ 6 കിട്ടി. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 6 കിട്ടിയാൽ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ CHനെ ഇൻറ്റു ചെയ്യേണ്ട നമ്പർ എത്രയാ? 6 ആണ്. CHനെ ഇൻറ്റു ചെയ്യേണ്ടത് 6 ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോർമുല എന്തായിരിക്കും? കാർബണിനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ C6, Hനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ H6. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ C6H6. സിമ്പിൾ. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാകുമെന്ന് മാത്രമേ ഉള്ളൂ നോക്കേണ്ടത്. എന്താണ് ചോദിച്ചതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും. ഇത് ഇത്രയേ ഉള്ളൂ, ഇതായിരുന്നോ ചോദിച്ചത് എന്ന് പിന്നെ നമ്മൾ തന്നെ ലാസ്റ്റ് പറയും. കാരണം ഇതേ കോൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ പേഴ്സൻറ്റേജ് എന്നാലും ഉപയോഗിക്കുന്നത്. പേഴ്സൻറ്റേജ് എന്നാലും ലാസ്റ്റ് എംപിരിക്കൽ ഫോർമുല കാണാൻ ഇതേ പോയിന്റുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ആ ലാസ്റ്റത്തെ ഭാഗം മാത്രം എടുത്ത് ചോദിച്ചതാണ്. സോ അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും തിരിച്ചു ക്വസ്റ്റ്യൻ വന്നാലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. സോ കോൺസെപ്റ്റ് വെച്ച് പഠിക്കൂ, എക്സാമുകൾ ഉഷാറാക്കൂ, അടിപൊളിയാക്കൂ. താങ്ക് യു.